പരിശുദ്ധമായ മുഹറം മാസം നമ്മിലേക്ക് കടന്നു വരികയാണ് അല്ലേ? ഈ 113 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മളെല്ലാവരും എഴുതി വെക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്നാലേ 4-5 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ എഴുത്തിന് അള്ളാഹു പ്രതിഫലം തരില്ല കേട്ടോ. ഈ എഴുത്ത് കൃത്യമായാൽ ഒരു വർഷം അള്ളാഹുവിൽ നിന്ന് അതിവിശാലമായ കാവൽ ലഭിക്കും, സുരക്ഷ ലഭിക്കും, വല്ലാത്തൊരു മഹത്വം നമുക്കും നമ്മുടെ കുടുംബത്തിനും ഒരു സന്തോഷം തന്നെ ആസ്വദിക്കാൻ പറ്റും. അതുപോലെ ഒരുപാട് സംശയങ്ങൾ പല ആളുകൾക്കുണ്ട്. ഉസ്താദെ, ഹൈലുള്ളവർക്ക് എഴുതാൻ പറ്റുമോ? വരയുള്ള പേപ്പറിൽ എഴുതാൻ പറ്റുമോ? കഴിഞ്ഞ കൊല്ലം എഴുതിയത് എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും അതിനൊക്കെ ഉത്തരം പറയണം, എങ്ങനെ എഴുതണമെന്ന് പറയണം, ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം. അതോടൊപ്പം 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പിയല്ലേ എല്ലാവരും അല്ലേ? എടാ, മുഹറം മാസം വരാൻ പോവാണ്. പിറ കണ്ടാൽ നാളെ മുഹറം ആദ്യത്തെ രാവാണ്. മുഹറം വളരെ വളരെ മനോഹരമായൊരു മാസമാണ് അല്ലേ? ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ തൃപ്തിപ്പെടുന്നൊരു പുതുവർഷം തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഷഹറുല്ലാ എന്നല്ലേ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത്? അള്ളാഹുവിലേക്കൊരു സാധനം ചേർത്ത് പറയുമ്പോൾ അതിൻ്റെ മഹത്വം എത്രയാണ് അല്ലേ? വെറുതെ പറയല്ലോ, അള്ളാഹുവിലേക്ക് ചേർത്തിട്ടല്ലേ. അപ്പം അള്ളാഹിൻ്റെ ചിഹ്നാണത്. وَمَن يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِن تَقْوَى الْقُلُوبِ. അള്ളാഹിൻ്റെ ചിഹ്നങ്ങളോടുള്ള ഒരു ആദരവ് എന്ന് പറഞ്ഞാൽ തഖ്വ ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ ഗസാലി ഇമാം പറയുന്നുണ്ട്, ഈമാൻ ഉണ്ടോ അള്ളാഹിൻ്റെ ഇഷ്ടമുണ്ടോ? അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കും. ഈമാനില്ലേ, അള്ളാഹു ബഹുമാനിച്ചതിനെ അനാദരിക്കും ഇല്ലേ? ഇപ്പം അള്ളാഹിൻ്റെ ചിഹ്നങ്ങൾ എന്തൊക്കെ ഞങ്ങൾ പറഞ്ഞേ? അള്ളാഹിൻ്റെ മാസങ്ങൾ, അള്ളാഹ് ബഹുമാനിച്ച സമയങ്ങൾ, അള്ളാഹ് ബഹുമാനിച്ച നിമിഷങ്ങൾ. ഇപ്പോൾ അള്ളാഹ് ബഹുമാനിച്ച ഏറ്റവും വലിയ സൃഷ്ടി ഏതാ? അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി ജനിച്ച ദിവസം അള്ളാഹ് എത്ര ബഹുമാനിച്ചതാ. നമുക്ക് എന്തേ അതിനെ ആദരിക്കാൻ പറ്റാത്തത്? നമ്മൾ അള്ളാഹിൻ്റെ വെറുപ്പ് വാങ്ങിയവരാണ്. അപ്പോൾ കേവലം കുറേ നിസ്കരിച്ചു, തലകുത്തി മറിഞ്ഞു, നിസ്കാര തഴമ്പുണ്ട്, താടി നീട്ടി വളർത്തി, ഇതൊക്കെ പിന്നെയുള്ള ഘടകങ്ങളാണ്. അടിസ്ഥാനപരമായി അള്ളാഹിനോട്, അവൻ്റെ ഹബീബിനോടൊക്കെ ഉള്ളൊരു മഹബത്ത്, ഒരു സ്നേഹം, ഒരു പ്രണയം ഉണ്ടല്ലോ. അപ്പം അള്ളാഹിൻ്റെ ചിഹ്നത്തോടുള്ളൊരു സ്നേഹം അത് അള്ളാഹിനോടുള്ള സ്നേഹമാണ്. മുത്തുനബിയോടുള്ള സ്നേഹം, മുത്തുനബി ജനിച്ച ദിവസത്തോടുള്ള സ്നേഹം. അതുപോലെ ഷെഹറുല്ലാന്ന് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ മുഹറം മാസത്തോടുള്ള സ്നേഹം. ഇതൊക്കെ ഈമാൻ്റെ ഭാഗമാണ്. ഇതൊക്കെ തഖ്വയുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. തഖ്വയില്ലേ, ഈ സമയത്തൊക്കെ നമ്മൾ തെറ്റു ചെയ്യും. അപ്പോൾ നമ്മുടെ ഈമാൻ തെറിച്ചു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഇമാം ദൈറബി തങ്ങളടക്കം ഒരുപാട് സ്വാലിഹീങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്, മുഹറം മാസം കടന്നു വരുമ്പോൾ, ആ പരിശുദ്ധമായ മാസം തുടങ്ങുമ്പോൾ മുഹറം 1-ന്റെ രാവും പകലും എപ്പോഴായെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, 113 ബിസ്മി എഴുതി വെക്കുക എന്ന് പറയണത്. ബിസ്മി എന്ന് പറയുന്നത് തന്നെ വല്ലാത്തൊരു അത്ഭുതമാണ് അല്ലേ? ബിസ്മില്ലാഹി ബിസ്മില്ലാഹി ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമം. ആ നാമം അത്രമേൽ മഹത്തരമായ വേറെ ഏത് നാമമുള്ളത്? അതിൻ്റെ ഒരു പവർ എന്താണ് അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പോൾ മുഹറം 1-ന്റെ രാവിലോ പകലിലോ 113 ബിസ്മി എഴുതിയാൽ നമുക്ക് എന്താ കിട്ടുക? മഹാനായ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് കൈസർ രാജാവിന് ഭയങ്കര തലവേദന വരുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിനോട് സങ്കടം പറഞ്ഞു ഒരു ദൂതനെ അയച്ചു. ഉമർ എന്ത് ചെയ്തു? ഒരു തൊപ്പി കൊടുത്തയച്ചു. അപ്പോൾ കൈസർ രാജാവ്, ഇത് വെറൊരു കഥയല്ല, റാസി ഇമാം അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്ന സംഭവം കേട്ടോ. അപ്പോൾ കൈസർ രാജാവ് ആ തൊപ്പി എടുത്തു വെച്ചു. തൊപ്പി വെക്കുമ്പോൾ തലവേദന മാറും. അത്ര ഭീകരമായ തലവേദനയായിരുന്നു. എന്തോരം വൈദ്യന്മാർ നോക്കിയിട്ട് മാറാത്ത തലവേദന. ഉമർ റളിയല്ലാഹു കൊടുത്തു വിട്ട തൊപ്പി തലയിൽ വെക്കുമ്പോൾ രോഗം മാറും. തൊപ്പി മാറ്റുമ്പോൾ വീണ്ടും തല ഇങ്ങനെ വേദനിക്കും. തൊപ്പി വെക്കും, തലവേദന മാറും. തൊപ്പി മാറ്റും, കഠിനമായ തലവേദന. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇതൊന്നും പരിശോധിച്ച് നോക്കിയേ, ഒന്നും കാണില്ല. തൊപ്പി ഇങ്ങനെ കീറിപ്പറിച്ച് നോക്കുമ്പോൾ അതിലൊരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ എഴുതേണ്ട രൂപത്തിൽ എഴുതേണ്ട ആളുകൾ ആ ബോധ്യത്തിൽ ബിസ്മി എഴുതിയാൽ കിട്ടുന്ന മഹത്വം എത്ര ഞങ്ങൾ ചിന്തിച്ചു നോക്കിയേ.
മനസ്സിലായോ? അപ്പോൾ ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 113 തവണ എഴുതിയാലുള്ള ഗുണം എന്താ? ഒരു വർഷം ഹൈറായത് അള്ളാഹു നിങ്ങൾക്ക് തരും. ഒരു വർഷം മാരക രോഗങ്ങളിൽ നിന്ന് ശമനം തരും. ഒരു വർഷം അപകടങ്ങളിൽ നിന്ന് കാവൽ തരും. ഒരു വർഷം കണ്ണീർ, സിഹർ പോലുള്ള അപകടങ്ങളിൽ നിന്ന് കാവൽ തരും. അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള കാവൽ ലഭിക്കാൻ, അതായത് നമ്മൾ എഴുതിയ ഈമാൻ്റെ തോതനുസരിച്ചിരിക്കും ഇത് കിട്ടലൊക്കെ കേട്ടോ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു കാവൽ, ആ ഒരു തവക്കുലിൻ്റെ മക്കാവിലേക്ക് നമ്മൾ എത്തിക്കാനാണിത്. അപ്പോൾ ഇത് എഴുതിയിട്ട് അങ്ങോട്ട് ഏൽപ്പിക്കണം. പടച്ചോനെ ഞാൻ എന്താ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിൻ്റെ സ്വാലിഹ്യങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ എഴുതിയിട്ടുണ്ട്, നിന്നെ ഞാൻ ഏൽപ്പിക്കാനല്ല, നീ എന്നെ ഏറ്റെടുക്കണേ പടച്ചോനെ, തവക്കൽ ചോരല്ല, അങ്ങനെ ഏൽപ്പിച്ചേക്കണം. മനസ്സിലായോ? അപ്പോൾ ഏതേത് അപകടങ്ങളൊക്കെ ഉണ്ടോ അതിൽ നിന്നൊക്കെ അള്ളാഹു റബ്ബുൽ ആലമീൻ കാവൽ നൽകുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം. ഏതായാലും 5 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് ഈ ബിസ്മി എഴുതുമ്പോൾ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ആദ്യത്തെ 10 രാവിലെ സ്വബാഹുൽ ഖൈറും വൈകുന്നേരം മജ്ലിസും ഒക്കെ ആയിട്ട് കളർഫുള്ളാക്കണം. ഉണ്ടാവൂലേ? നിങ്ങൾ കൂടെ ഉണ്ടാവൂലേ? അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതായാലും ഏറ്റവും പ്രധാനം, ഇത് ഒരു ആദരവ് നമ്മുടെ മനസ്സിലുണ്ടാകണം. ആരുടെങ്കിലുമൊക്കെ നിർബന്ധത്തിനോ പ്രേരണയ്ക്കോ വഴങ്ങിയിട്ടൊന്നും ആകരുത് കേട്ടോ. ഉമ്മ പറഞ്ഞു ഒന്ന് എഴുതി വെക്കുമോനെ, നോക്കട്ടെ ഉമ്മച്ചി, അല്ല അങ്ങനെയല്ല. ഇതൊരു ആദരവും ബഹുമാനമൊക്കെ ഉണ്ടാകണം. വുളുവോടുകൂടെ ഖിബിലക്ക് അഭിമുഖമായിരുന്ന് എഴുതണം. വുളുവോടുകൂടെ ഖിബിലക്ക് അഭിമുഖമായിരുന്ന് മനോഹരമായി എഴുതണം. അപ്പോൾ ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടല്ല, ഇതിൻ്റെ പുണ്യം മനസ്സിലാക്കിയിട്ട് എൻ്റെ റബ്ബിൻ്റെ നാമങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് ഞാൻ എഴുതുമെന്ന ഉറച്ച ബോധ്യത്തിൽ വേണം എഴുതാൻ. രണ്ടാമത്തേത്, കഴിയുമെങ്കിൽ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഇപ്പോൾ ഹാജത്തിൻ്റെ നിസ്കാരം ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാധാ ഒരു 2 റക്അത്ത് സുന്നത്ത് അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചിട്ട് ദ്വാരക്ക, പടച്ചോനെ ഒരു നെയ്യത്തും കൂടെ ഉണ്ടായിക്കോട്ടെ, പടച്ചോനെ നിൻ്റെ മഹാന്മാർ പഠിപ്പിച്ചതുപോലെ ഞാൻ ബിസ്മി എഴുതാൻ പോവാൻ, ഒരു വർഷം നീ കാവൽ തരണേ അല്ലാ, നിൻ്റെ പ്രത്യേകമായ ഒരു തൗഫീഖ് തരണേ അല്ലാ, ഒരുപാട് ന്യൂനതകളും കുറവുകളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, എനിക്കുണ്ട്, നീ പുറത്തു തരണേ അല്ലാ, അതുകൊണ്ട് ഞാൻ എഴുതി തുടങ്ങാണെന്നുള്ള ബോധ്യത്തിൽ അങ്ങനെ എഴുതൽ വളരെ നല്ലതാണെന്ന് നമ്മുടെ ഉസ്താദുമാരായ സ്വാലിഹീങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മറ്റൊന്ന്, മൂന്നാമത്തെ കാര്യം, വരയില്ലാത്ത വെള്ള പേപ്പർ എടുക്കുക എന്നുള്ളതാണ്. വരയുള്ളതൊന്നും വേണ്ട, വരയില്ലാത്ത നല്ല വെള്ള പേപ്പറിൽ എഴുതുക. വെള്ള പേപ്പറാണ് ഏറ്റവും നല്ലത്. മനസ്സിലായോ? വരയൊന്നും വേണ്ട, അൺറൂൾഡ് പേപ്പർ എടുത്തിട്ട് മനോഹരമാക്കി എഴുതുക. അതുപോലെ നാലാമത്തേത്, ഓരോ അക്ഷരവും വേർതിരിച്ചെഴുതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കൂട്ടി എഴുതരുത്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ അക്ഷരങ്ങൾ വേർതിരിച്ച് ഭംഗിയായി എഴുതാൻ പ്രത്യേകം ശ്രമിക്കുക. ഓക്കെ, ശ്രമിക്കൂലേ? ഇനി 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഓരോ തവണ എഴുതുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിക്കുക, വായ കൊണ്ട് പറയാം. അതൊരു ദിക്റാണല്ലോ, ഏറ്റവും മനോഹരമായ ദിക്റല്ലേ. അപ്പോൾ മനസ്സറിഞ്ഞ് ഒരു തവണ ബിസ്മി എഴുതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനസ്സിലായോ? ഈ 5 കാര്യങ്ങൾ വളരെ അധികം പ്രത്യേകതയോടുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ടതൊരു നിയ്യത്താണ്. ആ ഒരു ബോധ്യം കൽബിലുണ്ടാകണം. എൻ്റെ റബ്ബ് കൈവിടൂല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ ഒരു വാക്യമാണ് ഞാൻ എഴുതുന്നത്, അത്ര വലിയ ആയുധമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ വേണം എഴുതാൻ. കാരണം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലുണ്ടാക്കിയപ്പോൾ കപ്പൽ ഓടാനായിട്ട് അന്ന് മോട്ടറൊന്നുമില്ലല്ലോ, ഇല്ലേ? ബിസ്മില്ലാഹി മജ്രേഹ വ മുർസാഹ. ഖുർആൻ പറയുന്നുണ്ട്, ആ കപ്പൽ ചലിക്കാനുള്ള മോട്ടർ എന്തായിരുന്നു? അത് ബിസ്മില്ലയാണ്. ബിസ്മില്ല എന്ന് പറയുമ്പോൾ കപ്പലോടും, ബിസ്മില്ല എന്ന് പറയുമ്പോൾ ബ്രേക്ക് ഇട്ടതുപോലെ കപ്പൽ അവിടെ നിൽക്കും. അപ്പോൾ വലിയ കപ്പലിനെ ചലിപ്പിച്ച, കപ്പലിനെ പിടിച്ചു നിർത്തിയ ബിസ്മില്ലാ, ആ ബിസ്മില്ലാഹിയാണ് ഞാൻ എഴുതുന്നത് എന്നുള്ള ബോധ്യം വേണം. അതുപോലെ ബൽഖീസ് രാജ്ഞിക്ക് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കത്തെഴുതുന്നുണ്ട്. എന്താ കത്തിലുള്ളത്? മിൻ സുലൈമാൻ ഫഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് സുലൈമാനിൽ നിന്നാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വേഗം ഇവിടെ വന്നോളണം. അത്രയേ ഉള്ളൂ. ആ ബിസ്മി കണ്ടപ്പോൾ ഭയന്ന് വിറച്ച് ബൽഖീസ് രാജ്ഞി ആരുടെ അടുത്തേക്ക് വരികയാണ്? സുലൈമാൻ നബിയുടെ അടുക്കലേക്ക് വരികയാണ്. അപ്പം അത്ര വലിയ പവർഫുൾ സംഗതിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എന്താണ് ബിസ്മിയുടെ ആശയം? അള്ളാൻ്റെ നാമം കൊണ്ട് കരുണാവാരിധി, അതൊന്നും അല്ല. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും സഹായം തേടി ഞാൻ തുടങ്ങുന്നു. അപ്പോൾ ആ ഒരു സഹായം തേടൽ മനസ്സിലുണ്ടാകണം. ആ ഒരു സഹായം എനിക്ക് കിട്ടുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലുമായിരിക്കുന്നത് എഴുതേണ്ടത്, അല്ലാതെ വെറുതെ എഴുതി കൂട്ടിയിട്ട് കാര്യമില്ല. എങ്ങനെ?
റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും സഹായം തേടി ഞാൻ തുടങ്ങുന്നു. അതാണ് ബിസ്മിയുടെ ആന്തരികമായ ആശയം എന്ന് പറയുന്നത്. ആ ബോധ്യത്തിൽ എഴുതാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പിന്നെ ചില സംശയങ്ങളുണ്ട്. ഉസ്താദെ, നമ്പർ ഇട്ട് എഴുതാമോ എന്നാണ്. കുഴപ്പമൊന്നുമില്ല, നമ്പർ ഇട്ട് എഴുതാവുന്നതാണ്. എന്നാലും നമ്പറില്ലാതെ മനസ്സിലത് കാൽക്കുലേറ്റ് ചെയ്തെഴുതലാണ് ബെറ്റർ. ഇനി നമ്പർ ഇട്ട് എഴുതിയെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ ഉസ്താദെ, അപ്പുറത്തെ പേജിൽ എഴുതാവോ, ഒറ്റ പേജിൽ തന്നെ തീർക്കണോ? ഏറ്റവും നല്ലത് ചെറുതാക്കി ഒരു പേജിൽ തന്നെ തീർക്കലാണ്. ഇനി തീർന്നില്ല, അപ്പുറത്തെ പേജിലും കൂടെ എഴുതേണ്ടി വന്നു, ഒരു കുഴപ്പമില്ല, എഴുതാവുന്നതാണ്. ഇനി മറ്റൊരു സംശയം, കഴിഞ്ഞ കൊല്ലം എഴുതിയത് ഞങ്ങൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ കൊല്ലം എഴുതിയത് നമുക്ക് അതവിടെ തന്നെ സൂക്ഷിച്ച് വെക്കാന്നേ. കാരണം അത് അള്ളാഹുവിൻ്റെ ഏറ്റവും പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും മനോഹരമായ വാക്യമല്ലേ അതിലെഴുതിയിട്ടുള്ളത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതവിടെ തന്നെ ഇരുന്നോട്ടൊരു കുഴപ്പമില്ല. ഇനി അങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. അത് കേടായിട്ടുണ്ട് അല്ലെങ്കിൽ കീറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു വൃത്തിയുള്ള പ്രതലത്തിൽ വെച്ച് നിങ്ങൾക്കത് കത്തിച്ചിട്ട് അതിൻ്റെ ചാരം ഒഴുക്കുള്ള എവിടെയെങ്കിലും കൊണ്ടുപോയി ഒഴുക്കിക്കളയാവുന്നതും ആണ്. ഒരു കുഴപ്പവും അതിനില്ല. മനസ്സിലായില്ലേ? ഇനി രോഗികൾ, എഴുതാൻ കഴിയാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യണം? എഴുതാൻ കഴിയാത്ത ആളുകൾ എന്ത് ചെയ്യുക? അവർ കഴിഞ്ഞ കൊല്ലത്ത് സൂക്ഷിച്ച് വെക്കട്ടെ. അള്ളാഹ്ക്കറിയാമല്ലോ ഇതൊക്കെ. പഠിച്ചോ നമ്മളെ കഷ്ടപ്പെടുത്തുകയല്ലോ. തീരെ എഴുതാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് വായ കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 113 തവണ ചൊല്ലാം. കഴിഞ്ഞ കൊല്ലം എഴുതിയത് കയ്യിൽ വെച്ചോ. അള്ളാഹിനോട് പറയാമല്ലോ, യാ റബ്ബി എഴുതണം എന്ന് ആഗ്രഹമുണ്ട് റബ്ബി, എഴുതാൻ പറ്റാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. പറയാമല്ലോ, റബ്ബ് കാരുണ്യവാനല്ലേ. പിന്നെ മറ്റൊരു ചോദ്യമാണ് ഉസ്താദ്, ഈ പീരീഡ്സ് ഉള്ളവർക്ക് എന്ത് ചെയ്യണം? എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. അവർക്ക് ദിക്റാണ് എന്ന നെയ്യത്തിൽ ഈ അക്ഷരങ്ങൾ വേർതിരിച്ചെഴുതുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒതു എടുക്കുന്നതൊക്കെ ഒരു തടസ്സമാണ് അല്ലേ, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ അത് അള്ളാഹുവിനറിയാമല്ലോ കാര്യങ്ങളൊക്കെ. അള്ളാഹ്ക്കറിയാമല്ലോ കാര്യങ്ങൾ. പഠിച്ചോനല്ലേ ഈ ഒരു പീരീഡ്സ് എനിക്ക് തന്നത്. അപ്പോൾ ആ റബ്ബിൻ്റെ മുമ്പിൽ നിന്നിട്ട് മനസ്സറിഞ്ഞ് കിബിലൊക്കെ തിരിഞ്ഞിരുന്ന് ഈ അക്ഷരങ്ങൾ വേർതിരിച്ച് ഭംഗിയായി എഴുതാവുന്നതാണ്. അങ്ങനെയല്ലാത്ത ആളുകളൊക്കെ 2 റക്അത്ത് കഴിയുമെങ്കിൽ നിസ്കരിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങൾ പാലിച്ച് എഴുതുകയും വേണം. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ച് ആ മുഹറം മാസത്തിൻ്റെ തുടക്കം തന്നെ ഭംഗിയാക്കിയാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു കൊല്ലം നമുക്ക് വല്ലാത്തൊരു കാവൽ തരുമെന്നത് ഉറപ്പാണ്. അപ്പോൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അപ്പോൾ ഉറച്ചൊരു ബോധ്യം നമ്മുടെ കൽബിൽ വേണം. എൻ്റെ റബ്ബ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തരും അല്ലേ, എൻ്റെ റബ്ബ് എനിക്ക് കാവൽ തരും, അവനെന്നെ കൈവിടൂല എന്നുള്ള തവക്കുലിൻ്റെ മക്കാമിൽ നിന്നിട്ട് വേണം ഇതെഴുതാനായിട്ട്. മനസ്സിലായ എല്ലാവർക്കും? അപ്പോൾ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമ്മൾ മുമ്പ് എപ്പോഴും പറയുന്നൊരു സംഗതിയുണ്ട്, ഈ ലൈല മജ്നൂൻ്റെ കഥകൾ കേട്ടിട്ടില്ലേ? അതിൽ കൈസ് എന്ത് ചെയ്യും? ഈ മജ്നൂൻ എന്ന് പറയുന്നത് ഭ്രാന്തൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ലൈലയെ പ്രേമിച്ച് ഭ്രാന്തനായ മനുഷ്യൻ, അതാണ് കൈസ് അല്ലേ. അപ്പോൾ ഈ കൈസ് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? ചില നായയൊക്കെ എടുത്തിങ്ങനെ ഉമ്മ വെക്കും, നായയെ പിടിച്ച്. അപ്പോൾ ആളുകൾ ചോദിക്കും, ലൈലാനോടുള്ള ഭ്രാന്ത് മൂത്തിട്ട് ഇപ്പോൾ ഇവന് നായേനോടായോ സ്നേഹം? അപ്പോൾ കൈസ് പറയുന്നൊരു മറുപടി ഉണ്ട്, നിങ്ങൾക്ക് ഇത് വെറും ഒരു നായയാണെങ്കിൽ എനിക്ക് അങ്ങനെയല്ല കേട്ടോ, ഇതെൻ്റെ ലൈലയുടെ നാട്ടിൽ കൂടെ നടന്ന നായയാണ്. ലൈലയുടെ കാലുപെട്ട സ്ഥലത്തൊക്കെ ഈ നായ ചവിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ കാല് ഞാൻ ചുംബിക്കും. എടാ, ഇതുപോലെയാണ് അള്ളാൻ്റെ ചിഹ്നങ്ങളോടൊരു സ്നേഹമുണ്ടോ? അത് അള്ളാഹിനോടുള്ള സ്നേഹമാണ്. അപ്പോൾ മുഹറം വരുന്നു, അള്ളാൻ്റെ മാസം, എനിക്ക് വല്ലാത്തൊരു സ്നേഹം. ഞാൻ കൂടുതൽ പരിഗണിക്കും, ഞാൻ കൂടുതൽ നോമ്പ് പിടിക്കും, ഞാൻ നന്മ ചെയ്യും, സ്വതക്ക ചെയ്യും, ഞാൻ ഈ റിലീഫ് പദ്ധതിയിലൂടെ പാവപ്പെട്ട ഉസ്താദിന് ഹദിയ ചെയ്യും. അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന നന്മകളൊക്കെ നമ്മൾ അള്ളാനെ ബഹുമാനിച്ച്, അള്ളാഹ് ബഹുമാനിച്ച സമയങ്ങളെ പരിഗണിച്ച് ചെയ്യുന്നത് അത് അള്ളാഹിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കും. ലൈഫ് കളറാകാൻ ഇതിലപ്പുറം എന്താ വേണ്ടത്? ലൈഫ് കളറാകാനായിട്ട് ഇതിലപ്പുറം നമുക്ക് എന്താ വേണ്ടത്? മനസ്സിലാവുന്നുണ്ടോ നമുക്ക്? അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം സമ്മാനത്തിനുള്ള ചോദ്യം നമ്മൾ ചോദിച്ചു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി വഫാത്തായത് ഏത് യുദ്ധത്തിലാണ്, ഷഹീദായത് ഏത് യുദ്ധത്തിലാണ്? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് കർബല യുദ്ധത്തിലാണ്. അവരുടെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മെ നന്നാക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം, മുഹറം എന്ന് ഈ മാസത്തിന് പേര് വെച്ചത് ആരാണ് മാസത്തിന് പേര് വെച്ചത്? കമൻറ്റ് ചെയ്യില്ലേ? അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി
സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ-റഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഇതിൻ്റെ മിസ്ൽ സവാബ് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മകളും സ്വീകരിക്കണേ അല്ലാ. പാപങ്ങളൊക്കെ നീ പൊറുത്തു തരണേ അല്ലാ. നിന്റെ തൃപ്തി ലഭിക്കുന്ന ഒരു പുതുവർഷം തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഇതുപോലെ ഈ പറഞ്ഞ ക്വാളിറ്റിയിൽ ബിസ്മി എഴുതാനും ജീവിതത്തിൽ അതുനിമിത്തം സുരക്ഷ ആസ്വദിക്കാനും നീ തൗഫീക്ക് നൽകണേ അല്ലാ. കരുണക്കടലായ റബ്ബെ, ഒരുപാട് ദുആ വസിയ്യത്തുകളുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസുലാക്കണേ അല്ലാ. ഈ റിലീഫ് പദ്ധതിയിലേക്ക് പാവപ്പെട്ടൊരു മനുഷ്യനെ സഹായിച്ചതിൻ്റെ പേരിൽ നീ എല്ലാവരെയും ചേർത്ത് പിടിക്കണേ അല്ലാ. ഒരുപാട് മുറാദുകൾ മനസ്സിലുണ്ട്, ലക്ഷ്യങ്ങളെല്ലാം നീ പൂർത്തീകരിക്കണേ അല്ലാ. സങ്കടങ്ങൾ അകറ്റണേ അല്ലാ. കണ്ണുനീർ തുടയ്ക്കണേ അല്ലാ. ഏത് മുറാദ് വെച്ചുകൊണ്ടാണോ സ്വബാഹുൽ ഖൈറിലിരിക്കുന്നത്, മുറാദുകളൊക്കെ നീ ഹാസുലാക്കണേ അല്ലാ. യാ റബ്ബന, ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണയല്ല. നല്ല സ്കൂളുകളിൽ അഡ്മിഷൻ നൽകണയല്ല. കോളേജിൽ അഡ്മിഷൻ നൽകണയല്ല. പടച്ചവനെ, പല കുട്ടികളും പലവിധ പരീക്ഷകളും എഴുതുന്നുണ്ട്. നീ ഉന്നത വിജയം നൽകണയല്ല. യാ റബ്ബന, അനുസരണയുള്ളവരാക്കണയല്ല. മക്കളില്ലാത്തവരുടെ കണ്ണുനീർ തുടയ്ക്കണയല്ല. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നീ നൽകണയല്ല. യാ റബ്ബന, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. പ്രവാസികൾക്ക് ഖൈർ നൽകണയല്ല. കരുണക്കടലായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവർക്കും പുറത്തു കൊടുക്കണയല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബെ. ഈമാൻ സലാമത്താക്കണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.